സ്ത്രീ പള്ളിപ്രവേശ വിഷയത്തിൽ മുനവ്വറലി തങ്ങളുടെ മകൾ പ്രകടിപ്പിച്ച അഭിപ്രായം സോഷ്യൽ മീഡിയകളിൽ ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ. അവരുടെ അഭിപ്രായത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ട് പലരും സോഷ്യൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇവരിൽ അധിക പേരും വസ്തുതാ വിരുദ്ധമായ പരാമർശങ്ങളാണ് നടത്തുന്നത്. ശാഫിഈ മദ്ഹബുമായി ഇവയിൽ പലതിനും യാതൊരു ബന്ധവുമില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശാഫിഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതർ പറയുന്നത് കേൾക്കൂ. തുഹ്ഫയിൽ ഇബ്നു ഹജറിൽ ഹൈതമി പറയുന്നു, സ്ത്രീകളുടെ ജമാഅത്ത് നമസ്കാരം അവരുടെ വീടുകളിൽ വെച്ച് നിർവഹിക്കലാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. തുടർന്ന് അദ്ദേഹം പറയുന്നു, എന്നാൽ കുഴപ്പമുണ്ടാകൽ ഭയപ്പെടാത്ത സാഹചര്യത്തിൽ പള്ളികളിൽ നടക്കുന്ന ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നതിന് സന്നിഹിതരായാൽ ആ സാന്നിധ്യം അവർക്ക് വെറുക്കപ്പെട്ടതാവുകയില്ല. തുഹ്ഫ. ഇമാം വസ്സാലി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകൾക്ക് പള്ളിയിൽ വരാൻ അനുവാദം കൊടുത്തിരുന്നു. യഹ്യ. ഇതിൽ നിന്നും സ്ത്രീകൾ പള്ളികളിൽ നടക്കുന്ന ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നത് അടിസ്ഥാനപരമായി ശാഫിഈ മദ്ഹബ് പ്രകാരം നിഷിദ്ധമല്ലെന്ന് വ്യക്തം. എന്നാൽ നിഷിദ്ധമാകുന്ന സന്ദർഭമുണ്ട്. അതിനെക്കുറിച്ച് ഇബ്നു ഹജർ തങ്ങൾ തന്നെ പറയുന്നുണ്ട്. അതിപ്രകാരമാണ്: കുഴപ്പത്തെ ഭയപ്പെട്ടാൽ സ്ത്രീകളെ നമസ്കാരത്തിനു പള്ളിയിലേക്ക് വരുന്നതിൽ നിന്നും ദിക്റിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും തടയൽ നിർബന്ധമാണ്. അൽ ഫത്താവ. കുഴപ്പം കൊണ്ടുള്ള ഉദ്ദേശ്യം വ്യഭിചാരവും ദർശനം, സ്പർശനം, ഒഴിഞ്ഞിരിക്കൽ പോലുള്ള അതിൻ്റെ ആമുഖ പ്രവർത്തനങ്ങളുമാണ്. അൽ ഫത്താവ. ഈ വാചകങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത്? കുഴപ്പത്തെ ഭയപ്പെടുന്നില്ലെങ്കിൽ തടയേണ്ടതില്ല എന്നല്ലേ? മറ്റൊന്ന് നാം മനസ്സിലാക്കേണ്ടത്, ആത്തിക ബീവി പള്ളിയിൽ പോകുന്നതിന് ഉമർ റളിയല്ലാഹു അൻഹു തടയാതിരിക്കാൻ കാരണം സ്ത്രീകളെ പള്ളിയിൽ പോകുന്നതിൽ നിന്നും തടയരുത് എന്ന് നബിസ്തങ്ങളുടെ കൽപ്പന ഉണ്ടായിരുന്നതിനാലാണ്. അതിനാൽ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് നിരുപാധികം വിലക്കപ്പെട്ടതാണെന്ന് പറയൽ ശരീഅത്തിൽ തൻ്റേതായ നിയമം നടപ്പിലാക്കലും കടുത്ത പാതകവുമായിരിക്കും. ഇനിയും ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഫിത്ന ഭയപ്പെടുന്ന സമയത്ത് പള്ളിയിൽ വരുന്നതിൽ നിന്ന് മാത്രമല്ല ദിക്റിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും തടയണമെന്നാണ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. എന്നാൽ ഇത് നടപ്പിലാക്കാൻ നമ്മൾ ഒരുക്കമാണോ? ഇന്ന് പലവിധ പേരുകളിൽ സംഘടിപ്പിക്കപ്പെടുന്ന സദസ്സുകളിലേക്ക് സ്ത്രീകൾ കുത്തിയൊഴുകുകയല്ലേ? ചുരുക്കത്തിൽ ബീവി പറഞ്ഞത് പള്ളി പ്രവേശത്തിന് സ്ത്രീകൾക്ക് വിലക്കില്ല എന്നാണ്. അത് ശരിയുമാണ്. അന്യപുരുഷന്മാരുമായി ഇട കലരുന്നതാണ് തെറ്റ്. അത് പക്ഷേ തെറ്റല്ല എന്ന് അവർ പറഞ്ഞിട്ടുമില്ല. മാത്രമല്ല, ഭാവിയിൽ ഈ വിഷയത്തിൽ മാറ്റങ്ങൾ വന്നേക്കാം എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകണം എന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുമില്ല. ആകയാൽ അവരെ ആ പ്രസ്താവനയുടെ പേരിൽ കുറ്റപ്പെടുത്തുന്നത് നീതീകരിക്കാനാകില്ല.